ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ റംദാനിലൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കൂടുതൽ നല്ല അടിപൊളി ഷവർമയുടെ റെസിപ്പി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെയാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സുബഹിക്ക് എഴുന്നേറ്റ കാര്യമൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത്താഴത്തിൻ്റെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിലൊന്നും ഉണ്ടായില്ല. അങ്ങനെ രാവിലെ ഒരു 12 മണിയായപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ കേർട്ടൻസൊക്കെ നീക്കിയിടും. അപ്പോൾ നല്ല വെളിച്ചമായിരിക്കും, നമുക്കൊരു പ്രത്യേക എനർജി ആയിരിക്കും. പിന്നെ റൂമൊക്കെ നല്ല വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. വെക്കേഷൻ അതായത് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ക്ലീൻ ആക്കാനായിട്ട്. പിന്നെ എൻ്റെ ടേബിൾ അതിനേക്കാളും മെസ്സായിട്ട് കിടക്കാറുണ്ട്. എക്സാം കഴിഞ്ഞിട്ട് നോമ്പ് ആയതുകൊണ്ട് നല്ല മടി പിടിച്ചിരിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു നമ്മുടെ ടേബിൾ. പിന്നെ ബോട്ടണി റെക്കോർഡ് +2 നമുക്ക് ക്ലാസ് തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളോട് വെക്കേഷനിലിരുന്നത് കുറച്ചായിട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം വൃത്തിയായിട്ട് കുറച്ച് നേരം ഞാൻ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെ എപ്പോഴൊന്നും വന്ന് ഇരിക്കാറില്ല, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ് ചെടികളൊക്കെ ആയിട്ട്. പിന്നെ ഭയങ്കര കാറ്റൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഫാനിൻ്റെ കാറ്റ് കൊണ്ടാട്ടെ ഈ ചെടികളൊക്കെ അനങ്ങുന്നത്. നല്ല ചൂടാണ്. അങ്ങനെ കുറച്ച് ഇരുന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പോയി. എന്നിട്ട് എനിക്ക് കിച്ചണിലെ ക്ലീനിങ് ഉണ്ടായി. എനിക്ക് എന്തുണ്ടാക്കുന്നതിന് മുന്നേ അതായത് എൻ്റേതായ രീതിയിൽ ആ കിച്ചണൊന്ന് ക്ലീൻ ആക്കിയാലാണ് എനിക്കൊരു കുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അങ്ങനെ കുക്ക് ചെയ്ത് പിന്നെ ഇന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ അയ്യോ പള്ളിയിലൊക്കെ പോയി. പിന്നെ ഞാൻ വേഗം തുടച്ച് ക്ലീൻ ആക്കിയിട്ടു. ഒന്നരാടാണ് നമ്മൾ തുടയ്ക്കാറ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ഇതിൽ പെട്ടെന്ന് അഴുക്കാവും. പിന്നെ ഇത് വൈറ്റ് കളർ ടൈലായതുകൊണ്ട് പെട്ടെന്ന് വൃത്തികേടായി കഴിഞ്ഞാൽ എനിക്കെന്തോ പോലെയൊക്കെ ആവും. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കാറുണ്ട്. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ അതിന് ശേഷം പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് നമ്മുടെ ഡൈനിങ് ഹാളിൽ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായ ഒരു ചെറിയ ഗ്ലാസിൻ്റെ ഇതിൽ അത് വാടിപ്പോയി. എനിക്കൊന്ന് ചൂടായിട്ടായിരിക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ വേറെ മണി പ്ലാന്റ് പുറത്തുനിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിൽ വെക്കാണ്. അപ്പം അതും അങ്ങനെ സെറ്റ് ചെയ്തു. ഇപ്പോൾ ചൂടായതുകൊണ്ട് പ്ലാന്റ്സിനൊക്കെ ഭയങ്കര പാടാട്ടോ. അതിന് ശേഷം ഞാൻ വേഗം പോയി കുളിച്ച് നിസ്കരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 2:45 ഞാൻ കിച്ചണിലോട്ട് വന്നത്. അതായത് നമ്മൾ ഇന്നലെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായി. കുറച്ച് സംഭവങ്ങൾ ലുലുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ സംഭവം വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഞാനിന്ന് ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉള്ളതുകൊണ്ടാണ്. നോക്കിയപ്പോൾ 1 മണി കഴിഞ്ഞ സംഭവം കാണാണ്ടായപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ വിചാരിച്ച് പഠിച്ചു ഇന്നിപ്പം വേറെ ഉണ്ടാക്കാൻ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുകയാണ് ഷവർമയിൽ. പക്ഷേ സംഭവം വന്നു. അങ്ങനെ വേഗം ഞാൻ ഒരു പീസായി എടുത്ത് കഴുകാനിട്ടിട്ടുണ്ട്. ഇനി ഒരു മയോണൈസിൻ്റെ റെസിപ്പി കാണിക്കുക. അതിനായിട്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഈ മയോണൈസ് എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള മയോണൈസാണ്. അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു 1/2 കപ്പ് ല്യൂക്ക് വാം വാട്ടർ വെച്ചിട്ടുണ്ട്. പാലായാലും മതി. ഇനി അതിലോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ല്യൂക്ക് വാം ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഈസ്റ്റ് ഡീആക്ടിവേറ്റ് ആയിട്ട് പോകും. ഇനി 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പും കൂടി വേണം. അതിനായിട്ട് ഞാൻ ഒരു 1/4 കപ്പ് ആട്ടയും 1/4 കപ്പ് മൈദയും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ടേക്കണത്. പിന്നെ 1 ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പും കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കുഴയ്ക്കുക. എനിക്കിവിടെ കുഴയ്ക്കാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പ് വെള്ളം ആണ് വേണ്ടി വന്നിട്ടുണ്ടായത്. പക്ഷേ ഓരോരുത്തരെടുക്കുന്ന മൈദയുടെ ഇതനുസരിച്ച് ക്വാളിറ്റി ഇതുപോലെ മാറിയിരിക്കും, ബ്രാൻഡൊക്കെ പോലെ ഇരിക്കും. അപ്പം നിങ്ങൾ കുറച്ച് ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. അപ്പോൾ ചിക്കൻ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ള ബ്രസ്റ്റ് പീസായിട്ട് തന്നെ എടുത്തേക്കുന്നത്. പക്ഷേ നല്ലോണം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചെറുനാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ മാരിനേഷൻ അടിപൊളി മാരിനേഷനാണ്. ഇത് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പിക്കിൾ വെജിറ്റബിൾസ് ഉണ്ടാക്കണം. വേറെ ഒന്നല്ല, ഉപ്പിലിട്ട ക്യാരറ്റും കുക്കുംബറും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തിന്നായിട്ട് ഞാൻ ക്യാരറ്റും കുക്കുംബറും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് വിനീഗർ, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്ര ഇട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊക്കെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഞാൻ വലിയ ഇത് എടുത്ത് ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റാൻ നോക്കിയതാണ് സ്പൂണും കൊണ്ട്, പക്ഷെ നൈസായിട്ട് ഫ്ലോപ്പായി. പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക.
ഇനി ഞാനിവിടെ ഷവർമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ്, അതായത് കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ് ഇത്ര എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുരുമുളക് പൊടി, ഒരു ക്യാപ്പ് വിനീഗർ ഇത്ര ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. യൂഷ്വലി ഷവർമ്മയിൽ നമ്മൾ ഡയറക്റ്റ്ലിയാണ് വെജിറ്റബിൾസ് ചേർക്കാറ്, പക്ഷെ ഇങ്ങനെ ചേർത്താൽ കുറച്ചുകൂടി എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. നല്ല മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചിക്കൻ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല, കാരണം എനിക്കൊരു ഉറപ്പില്ലാണ്ടാണ് ഉണ്ടാക്കിയത്. നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങ് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരു കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി, ആവശ്യമായിട്ടുള്ള ഉപ്പ്, പാല്, പിന്നെ ഓയിൽ. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഏകദേശം എൻ്റെ മനസ്സിലൊരളവ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. ഇത് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് മയോണൈസാണ്. കാരണം ഇതിൽ കുറച്ച് ഓയിൽ മതി, നല്ല തിക്കായി കിട്ടും. മുട്ടയുടെയും പാലിൻ്റെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ടെൻഷനായിരിക്കും, പക്ഷേ ഇത് കറക്റ്റ് ആവുമോ എന്നുള്ള ഇതിൽ. പിന്നെ മയോണൈസ് കുറച്ച് കട്ടിയുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി പാലും വിനീഗർ ഒഴിച്ചിട്ട് അടിച്ചിട്ടുണ്ട്. വിനീഗർ പുളിക്ക് വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മുടെ ചിക്കൻ എടുക്കുക. ചിക്കന് കുക്കാക്കാൻ വെച്ചിട്ട് കുറച്ച് നേരമായി, ഒന്ന് തിരിച്ചിട്ട് ഒരാഴ്ച കൂടി മുറിച്ചെടുക്കുക. ഇനി നമ്മുടെ കുബൂസ് പരത്താൻ. ഇത് എല്ലാ സമയത്ത് ചെയ്യുന്നതല്ല, അത്യാവശ്യം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് 1.5 കപ്പ് കൊണ്ട് 5 കുബൂസാണ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ അത് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ഓവറായിട്ട് കട്ടിക്ക് പരത്തരുത്, കാരണം ഈസ്റ്റാണ് സംഭവം. പരത്തി കഴിയുമ്പോൾ അത് കുറച്ചുകൂടി ഇങ്ങനെ ഉള്ളിലോട്ട് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയായിപ്പം. ഷവർമ്മയ്ക്ക് ഭയങ്കര കട്ടിയായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എനിക്ക് എപ്പോഴും പണ്ട് പറ്റിക്കൊണ്ടിരുന്ന ഒരു പണിയാട്ടാം. പിന്നെ ഇതുപോലെ നല്ലോണം കമ്മിളിച്ച് വന്നു കഴിഞ്ഞാൽ കുബൂസ് അടിപൊളിയായെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി എൻ്റെ വക ഒരു തട്ടിക്കൂട്ട് ചട്നി കാണാം. അതിനായിട്ടൊരു ചെറിയ കഷ്ണം സവാള, ഒരു വെളുത്തുള്ളി, 2 വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം തക്കാളി, പച്ചമുളക്, മല്ലിയില, ഉപ്പ്, വിനീഗർ, ടൊമാറ്റോ സോസ്, ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് നല്ലോണം അരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച ഇത് മാറാനായിട്ട് ഒരു സോസ് പാനിൽ ഓയിലൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് നല്ലോണം തിളപ്പിച്ചെടുത്താൽ മതി. അത് മാറ്റി വെക്കാം. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചട്നി ഷവർമ്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ആവുന്നുണ്ട്. ഇതാ നമ്മുടെ ചിക്കൻ. യൂഷ്വലി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ നോക്കിയാൽ മിക്കവരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചിക്കൻ ഒരു ലെയർ പോലെ വെക്കുക, കുബൂസിന് വെള്ളം മയണൈസ് വെക്കുക, അങ്ങനെ ലെയറായിട്ട് വെക്കുക. പക്ഷേ അതിൽ ഭയങ്കര ജ്യൂസി ആയിട്ട് തോന്നാറില്ല. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനും നേരത്തെ പറഞ്ഞ രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 സ്പൂൺ മയോണൈസ് ചിക്കനിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ നമ്മുടെ ഉണ്ടാക്കിയ ചട്നിയും കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ വെക്കാൻ പോകുന്നത്. നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മളെ കുബൂസും ചട്നിയും കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ഫ്രഞ്ച് ഫ്രൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പർ എടുക്കുക, അതിലോട്ട് കുബൂസ് വെക്കുക. എന്നിട്ട് കുറച്ച് ലാവിഷായിട്ട് തന്നെ നമുക്ക് മയോണൈസ് ഇടാം. കാരണം നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോഴേക്കും മയോണൈസ് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ജ്യൂസി എല്ലാം ടൈപ്പും. ഇനി അതിലോട്ട് നമ്മുടെ ചട്നിയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ ചട്നി മസ്റ്റ് ഹാവ് ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് ഉപ്പും കുരുമുളക് കൂടി ഇട്ട വെജിറ്റബിൾസും ചിക്കൻ്റെ ആ മിക്സും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വെച്ച് റോൾ ചെയ്യുക. റോളിങ് എനിക്ക് കുറച്ച് ഒരു വശാവാത്ത സംഭവമാണ്. അതാണ് എന്തൊക്കെയൊക്കെയോ കാണിച്ച് റോളാക്കണത്. പിന്നെ നമുക്ക് കഴിക്കാനല്ലേ, ഇപ്പം തന്നെ പൊട്ടിക്കുമല്ലോ, അങ്ങനെ അത് റോളാക്കുന്നുണ്ട്. പിന്നെ ഒരിക്കലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഷവർമ്മ 100% റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ ആവുമെന്ന് ഞാൻ പറയില്ല. കാരണം അവർക്ക് അവരുടേതായ മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇതുപോലെ കുറേ സംഭവങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പുറത്തത്തെ പോലെ കിട്ടും. ഇത് നല്ല ടേസ്റ്റുള്ള ഷവർമ്മ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കിയിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഷവർമ്മ ആയിരുന്നു. ഷവർമ്മ എല്ലാം സെറ്റായിട്ടുണ്ട്. നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങൾ സെറ്റായിട്ടുണ്ട്. നാരങ്ങകളിൽ ആണ് കലക്കിയേക്കുന്നത്. പിന്നെ 4 മുട്ട ബജിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. ഇതാണ് നമ്മുടെ ഷവർമ്മയുടെ ഉള്ളിലത്തെ ലുക്ക്. കഴിച്ചപ്പോഴും അത്യാവശ്യം എനിക്ക് ടേസ്റ്റ് ഒന്നും ഞാൻ പറഞ്ഞാൽ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷവർമ്മ ആയിരുന്നു. പിന്നെ മഗ്‌രിബൊക്കെ നിസ്കരിച്ചു. അങ്ങനെ കുറച്ച് നേരം വെറുതെ ഇരുന്നു. അതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നത് കുറച്ച് സോഡ കലക്കാനായിട്ട്. അങ്ങനെ സോഡയൊക്കെ കലക്കി. എനിക്കല്ല കലക്കിയത്, ഉമ്മാക്ക അയ്യൂക്കാണ് കലക്കിയത്. അതൊക്കെ കലക്കി വീണ്ടും കുറേ നേരം വെറുതെ ഇരുന്നു. ഇതാണ്, ക്ലാസ്സൊന്നും ഇല്ലല്ലോ, വെക്കേഷൻ ആണല്ലോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വയറ് ഫുള്ളായിരുന്നു. ഷവർമ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. അങ്ങനെ 10 മണിയായപ്പോൾ ഞാൻ പൊറോട്ടയും ചില്ലി ചിക്കനും കഴിച്ചു. എപ്പോഴും ഇതൊന്നല്ല, പുറത്തുനിന്ന് വാങ്ങിയാണ്. ഇടയ്ക്കൊക്കെ കഴിക്കൽ രസമാണല്ലോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.